ദുലീപ് ട്രോഫിയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ പ്ലേയിങ് ലെവലിലേക്ക് വഴി തുറക്കുന്നു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡി ടീം ആദ്യ മത്സരത്തിൽ ദയനീയമായി തോറ്റതോടെ അടുത്ത മത്സരത്തിൽ സഞ്ജു കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യ സിയുമായി ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പകരം KS ഭരത്തിനെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി കളിപ്പിച്ചത്. ബാറ്റിംഗിൽ ഭരത്ത് 2 ഇന്നിംഗ്സുകളിലും തികഞ്ഞ പരാജയമായി മാറിയിരുന്നു. ഇതാണ് സഞ്ജുവിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഇന്ത്യ ഡി ടീമിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല. പകരം ഇഷാൻ കിഷനും ഭരത്തുമായിരുന്നു വിക്കറ്റ് കീപ്പർമാരായി സംഘത്തിലുണ്ടായിരുന്നത്. എന്നാൽ പരിക്ക് കാരണം കിഷൻ പുറത്തായി. പകരം സഞ്ജു വന്നു. ആദ്യ ഇന്നിംഗ്സിൽ 6ാം നമ്പറിൽ ഇറങ്ങിയ ഭരത്തിന് 13 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 42 ബോളിൽ 2 4 ഉൾപ്പെടെയായിരുന്നു ഇത്. സ്പിന്നർ മാനവ് സുത്താറിന്റെ ബോളിംഗിൽ ബാബ ഇന്ദ്രജിത്ത് പിടികൂടി ഭരത് പുറത്താകുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 20 റൺസ് പോലും തികയ്ക്കാതെ പുറത്തായി. 16 റൺസ് മാത്രമാണ് നേടിയത്. ഇന്ത്യ ഡി ടീമിനൊപ്പം ചേർന്ന അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു. ഇതോടെ വലിയ ആവേശത്തോടെ മലയാളി ക്രിക്കറ്റ് ആരാധകർ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.